ഇപ്പൊ റീസെന്റ് ഒരു ചിത്രം ചെയ്യുന്നുണ്ടല്ലോ, ജയറാം നായകനായിട്ടുള്ള സോപാനത്തിന്റെ പറ്റില്ല, അതിലും ഒരു കലാകാരന്റെ മ്യൂസിക്കലി ഓറിയന്റഡ്, ബട്ട് ഹീസ് വെരി സ്പിരിച്വൽ ആൻഡ് റിലീജിയസ് പേഴ്സൺ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഷാജി സർ ഓഫ് കോഴ്സ് അഗൈൻ ഗുരു തുല്യനാണ്. നഗക്ഷതങ്ങൾ, ഒരിടത്ത്, സർഗം, ഇത് മൂന്നും ഷാജി സാറിൻ്റെ സിനിമാറ്റോഗ്രാഫി ആയിരുന്നു. എസ്പെഷ്യലി ഞാൻ സർഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു ബ്ലെസ്സിങ്, ചില സീക്വൻസസ്, ചില ഏർലി മോർണിംഗ് സീക്വൻസസ് ഒക്കെ ഷാജി സാറായിരുന്നു എടുത്തത്. നമ്മൾ വളരെ നേരത്തെ സെറ്റിലേക്ക് പോകണം. ആൻഡ് ഹരൻ സർ, ബൈ ദ ടൈം ഹരൻ സർ കംസ്, ആ ടൈം വേസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള ഇതിൽ ചിലപ്പോൾ ഷാജി സാറിനെ അങ്ങോട്ട് ഏൽപ്പിക്കും. സോ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു ഈ ഹരിദാസ് വീട്ടിലേക്ക് കയറി വരുന്നൊരു സീക്വൻസ് ഉണ്ട് അതിൽ, ഈ ഓപ്പണിങ്. എത്ര വർഷം കഴിഞ്ഞിട്ട് ഇവൻ ആ കോറിഡോർ, ഈ മുറ്റത്ത് ഇങ്ങനെ വെച്ചിട്ട് ആ പടിപ്പുര കയറി ഇറങ്ങി വരുമ്പോൾ ഇറ്റ് വാസ് എ ട്രോളി ഷോട്ട്. അങ്ങനെ എനിക്ക് ഷാജി സാർ വന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഐ സ്റ്റിൽ റിമെമ്പർ. അതായത് ഇറ്റ്സ് എ ടെലി ക്ലോസ് ആണ്. അപ്പോൾ ഈ വരുമ്പോൾ ഈ ചെടികൾ ഇങ്ങനെ ഉണ്ട്, ചെമ്പരത്തിയും അതും ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഷാജി സാർ പറഞ്ഞു, വിനീത് ആ നടന്ന് വരുമ്പം ഇതിങ്ങനെ അറിയാതെ ഇങ്ങനെ തലോടി പോകണം, ഈ പൂക്കളും ഈ ചെടികളൊക്കെ. ദാറ്റ് ഈസ് അത് ദേ വെൽക്കമിങ് യു ബാക്ക്. സീ ദ വേ അദ്ദേഹം അത് എങ്ങനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ. സോ അങ്ങനത്തെ മെമ്മറബിളായ ഒരുപാട് എക്സ്പീരിയൻസ്. അഗെയിൻ ഷാജി സാറിൻ്റെ സോപാനം ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ്, ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഈ മാസ്റ്റേഴ്സിൻ്റെ കൂടെ ചെയ്യാന്നുള്ളത് ഫോർ എനി ആക്ടർ ഇറ്റ്സ് എ ഗ്രോയിങ് എക്സ്പീരിയൻസ്. ഇപ്പം അതിൻ്റെ ഷൂട്ട് എവിടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? പാലക്കാട് ഒറ്റപ്പാലം. അല്ലേ? ഈ ഏഴാമത്തെ വരവിൻ്റെ വരവ് ഞങ്ങൾ കൂത്തുപറമ്പിൽ കണ്ണവം എന്ന് പറഞ്ഞ കാട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു മേജർ പോർഷൻ, പിന്നെ ബാലുശ്ശേരിയിലൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്തു. അത് എസ് കുമാർ സാറാണ് ക്യാമറ. എന്നത്തേക്ക് നമുക്ക് ഇതൊക്കെ പ്രതീക്ഷിക്കാം? ഈ എം ടി സാറിൻ്റെ ഏഴാമത്തെ വരവ് ഐ തിങ്ക് ജൂലൈ എന്താണ് പ്ലാൻ ചെയ്തത്, ബിക്കോസ് ഒരു സോങ് ബാലൻസ് ഉണ്ട്. അത് ഇപ്പോൾ വിനീതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കലാകാരനായിട്ട് ഈ ഡാൻസ് പെർഫോമൻസ് ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ സിനിമയിൽ വന്നു. അതുപോലുള്ള കുറേയധികം വേഷങ്ങൾ ചെയ്യാനും കൂടെയുള്ള ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ്. ഈ കമലദളത്തിലാണെങ്കിലും ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചു. ആ ഒരു ലാലേട്ടൻ അതിൽ പെർഫോം ചെയ്യുമ്പം വിനീത് എന്ന് പറയുന്ന ഒരു നടനും ഉണ്ട്. ലാലേട്ടൻ പെട്ടെന്ന് ഡാൻസ് പഠിച്ചിരുന്നത്. ഈ രണ്ടുപേരും, മോനിഷ, എല്ലാവരും ഒന്നിനൊന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങളായിട്ടാണ് അതിനകത്ത് വരുന്നത്. അപ്പം ആ ലാലേട്ടൻ്റെയൊക്കെ ആ ഒരു പെർഫോമൻസ് അത് ശരിക്കും കണ്ടറിഞ്ഞ ആളെന്നുള്ള നിലയിൽ അതിനെക്കുറിച്ചൊന്ന് പറയൂ. അദ്ദേഹത്തിൻ്റെ ഈ എപ്പോഴും എല്ലാവരും പറയും ഏത് രീതിയിലും വഴങ്ങും, ഫ്ലെക്സിബിളാണ് ലാലേട്ടൻ. 100% കറക്റ്റ്. യു ഗിവ് ഹിം എനിത്തിങ്, അങ്ങനെ അങ്ങോട്ട് അച്ചിൽ വീഴുന്ന പോലെ അങ്ങോട്ടേക്ക് മാറും. അല്ല, ഞാൻ വളരെയധികം ലാലേട്ടൻ്റെ ഒരുപാട് അദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കുറച്ച് പടങ്ങളാണെങ്കിലും പ്രോഗ്രാംസിൽ ഒരുപാട് ലാലേട്ടൻ്റെ ഷോസിന് ഞാൻ പോയിട്ടുണ്ട്. സോ അതിൽ അങ്ങേരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് അതൊരു അനുഭവമാണ്. സിനിമയിൽ അഭിനയിക്കുന്ന പോലെയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, സ്റ്റേജ് തുടങ്ങുന്ന മുതൽ എൻഡ് വരെ ഏതൊക്കെ ആർട്ടിസ്റ്റ് എന്ത് ചെയ്യുന്നു, അവനവൻ എന്താ ചെയ്യുന്നത്, ഹൗ ഇറ്റ് ഹാസ് ടു ബി ഓർഡേർഡ് ആൻഡ് ഓരോരുത്തരുടെ എഫേർട്ട്, വെദർ എവ്രിബഡി ഹാസ് റിഹേഴ്സ്ഡ്, ഇതിലെല്ലാം ഹി വിൽ മേക്ക് ഷുവർ ഇറ്റ് ഇസ് പക്ക. ഈ കമലദളത്തിൽ പറഞ്ഞ പോലെ ഞാനൊക്കെ അത്ഭുതമല്ല, മെസ്മറൈസ്ഡ് ആയിട്ട് ഞാനിങ്ങനെ നിന്ന് നോക്കി പോയിട്ടുണ്ട്. അത് ഞാൻ ആ ആനന്ദ നടനം സോങ്ങൊക്കെ ചെയ്യുമ്പോൾ ഫുൾ ടൈം ഞാൻ സെറ്റിലുണ്ടായിരുന്നു. ആൻഡ് ഞാൻ മറക്കയില്ല, അതിലൊരു കഥക് ചക്രസ് എന്ന് പറയും, ഈ ടേൺസിലെ. അപ്പോൾ അതിലൊരു 8 ചക്ര എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു പോസ്, അതൊറ്റ ഷോട്ടിൽ അദ്ദേഹം അന്ന് ചെയ്തു. അതായത് ദർ ഇസ് നോ ബേസിക് ട്രെയിനിങ് ഒന്നുമില്ല, പക്ഷെ അത് ആ ഒരു മാജിക്കലായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫർമേഷൻ. അത് കൊറിയോഗ്രാഫി കുമാർ മാസ്റ്ററും ശാന്തി മാസ്റ്ററും, അവരാണ് അന്ന് ആ സീക്വൻസ് ചെയ്തത്. ഇപ്പം മമ്മൂട്ടിയോടൊപ്പം ബാവുട്ടിയുടെ നാമത്തിൽ രഞ്ജിത്തിന്റെ പടത്തിൽ വിനീത് വന്നു. ആഫ്റ്റർ ലോങ് ടൈം. സത്യം പറഞ്ഞാൽ ആ ഒരു സിനിമ കണ്ട ശേഷം വിനീത് എന്നുള്ള നടനെ ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്തു മലയാളത്തിലെന്ന് എനിക്ക് തോന്നി. കാരണം അത്രയ്ക്ക് ഡിഫറെൻ്റ് ആയിട്ടാണ് ആ സിനിമയിൽ വിനീത് വന്നത്. ഒരുപക്ഷെ ഒരു വില്ലൻ്റെ ഒരു ഫുൾ, നമ്മളൊരു വില്ലൻ എങ്ങനെയൊക്കെ കാണും, അതിൻ്റെ എല്ലാവിധ ചേഷ്ടകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു നടൻ. വിനീതിന് എന്ത് തോന്നുന്നു? വളരെ താങ്ക്സ് ഫോർ ദാറ്റ് കോംപ്ലിമെൻറ്റ്. ആൻഡ് അത് ഞാൻ അങ്ങനെ അങ്ങോട്ട് രഞ്ജിത്തേട്ടന് അർപ്പിക്കുകയാണത്. ബിക്കോസ് അദ്ദേഹമാണ് അത് കൺസീവ് ചെയ്തത്. അദ്ദേഹമാണ് അത് ഏത് രീതിയിൽ വേണം
അതിലെന്തൊക്കെ എലിമെൻറ്റ്സ് വേണം എന്നുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഫാക്ടർ, ഈ ഒരു ഈവിൾ ഷെയ്ഡ് ഉണ്ടെങ്കിലും അതിലൊരു നന്മയുടെ അംശവും അദ്ദേഹം കൊണ്ടുവന്നു. സോ അതൊക്കെ കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു ഡിഫറൻസ് ഇൻ ദാറ്റ് ക്യാരക്ടർ ആൾക്കാർക്ക് ഫീൽ ചെയ്തത്. ട്രെമൻഡസ് എക്സ്പീരിയൻസ്, ബിക്കോസ് നല്ല വെരി ഇൻറ്റൻസ് 2-3 സീക്വൻസസ് ഉണ്ടായിരുന്നു. ആൻഡ് നമുക്കൊക്കെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യും. ഐ മീൻ ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ആൻഡ് എൻകറേജ്മെൻറ്റ് ഫോർ യങ്സ്റ്റേഴ്സ് ലൈക്ക് അസ്. 10 ലക്ഷം ഉറുപ്പ്യ, അതാണ് ഇജൊരു പെണ്ണിന്റെ താലി കണ്ടെക്കുന്ന വില. അത് കിട്ടിയില്ലെങ്കിൽ ഇജ കുടുംബം പൊളിക്കും, അല്ലെങ്കിൽ ഓളും കുട്ടികളും റോട്ടുമ്മ നടന്ന് തെണ്ടും, ഇല്ലെങ്കിൽ ജീവൻ കളയും. ചുരുക്കത്തിൽ ഇജ് പറഞ്ഞു പറഞ്ഞ അതല്ലേ? എനക്ക് നിങ്ങളോട് ഇതിനെ കുറിച്ചൊരു കാര്യം പറയാനില്ല. ഞാൻ പറയണ്ടല്ലോ വനജനോട് പറഞ്ഞു. തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഓള് പറയട്ടോ. അതറിയാ, 2 കുട്ടികളെ അമ്മ, നല്ലൊരു മനുഷ്യന്റെ ഭാര്യ, പടച്ചോന്റെ ഗർഭോണ്ട് സന്തോഷമായിട്ട് കഴിയണ ഒരു കുട്ടിന്റെ കൗത്തിലാണല്ലോ ഇജ്ജ് പിടിമുറുക്കിക്കണത്. അതിനെ കൊണ്ട് കൂട്ടിയാ കൂടൂലല്ലോ. ആ പാവ എവിടെ നിർത്ത് തരും സൈഷ 10 ലക്ഷം ഉറുപ്പ്യ? ബാവുട്ടിയെ ഓള് വിചാരിച്ച നടക്കാത്ത കാര്യങ്ങൾ ഓള് പറയട്ടോ എന്നോട്. ഞാൻ ചിലപ്പം വന്ന് വൈക്കങ്ങ് പോവും.